ടോപ്പിക് എന്ന് പറയുന്നത് സൂപ്പർസ്റ്റിഷൻ ഓഫ് ഫോഴ്സസ് ആണ്. സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒബ്ജക്റ്റിൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് F1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്, അതുപോലെ F2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോഴ്സ്. ഇങ്ങനെ രണ്ട് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ബോഡിയിൽ സെയിം ടൈമിൽ ആൻഡ് സെയിം പോയിന്റിൽ ആക്ട് ചെയ്യാണ്. ഈ രണ്ട് ഫോഴ്സ് സെയിം ടൈമിൽ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്താണ് നമുക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും. ഇതാണ് റിസൾട്ടൻ്റ് വരിക. അപ്പം എന്താണ് ഈ ഒരു പോയിന്റിൽ രണ്ട് ഫോഴ്സ് നമ്മൾ ഒരേ സമയത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിസൾട്ടൻ്റാണ്. അതായത് R എന്ന് പറയുന്നത് എന്തായിരിക്കും? F1 + F2 ആയിരിക്കും. ഇതാണ് പറയുന്നത്. അതായത് F1 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 5 ന്യൂട്ടണാണ്, F2 എന്ന് പറയുന്നത് ഒരു 5 ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഈ R എന്ന് പറയുന്നത് എത്രയായിരിക്കും? F1 + F2 5 + 5 10 ന്യൂട്ടൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ അതിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ന്യൂട്ടൺ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മാണ് എന്ത് കിട്ടുക? റിസൾട്ടൻ്റ് കിട്ടുക. അതാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ആഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് പകരം ഇപ്പോൾ നമ്മൾ രണ്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു, അതിന് പകരം ഒരു ഒബ്ജക്റ്റിൽ ഈ ഒരു പോയിന്റിൽ കുറേ ഫോഴ്സ് ആഡ് ചെയ്യാണ്. കുറേ ഫോഴ്സ് ഈ ഒരൊറ്റ പോയിന്റിൽ തന്നെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു സിംഗിൾ ഫോഴ്സായിട്ട് ഇപ്പോൾ ഇത് F1 F2 F3 F4 എന്നൊക്കെ പറഞ്ഞിട്ട് Fn വരെ അത്രയും ഫോഴ്സ് ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സിംഗിൾ ഫോഴ്സായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? F1 + F2 + F3 + എക്സെട്ര ഇതുവരെ വരും, Fn വരെ വരും. ഇതാണ് സൂപ്പർ പൊസിഷൻ. ഇത് നമ്മൾ സിഗ്മ F എന്ന് പറയും. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ F ആണ്. ഇതാണ് സൂപ്പർ പൊസിഷൻ ഓഫ് ഫോഴ്സസ്. സൂപ്പർ പൊസിഷൻ ഓഫ് ഫോഴ്സസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് നമ്മളിപ്പോൾ F എന്ന് പറയുന്നത് എന്തുണ്ടെന്ന് പറഞ്ഞു? F എന്ന് പറയുന്നത് വെക്റ്റർ ആയതുകൊണ്ട് ഇതിന് ഡയറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതിനൊരു X കമ്പോണൻറ്റും ഉണ്ടാവും, ഒരു Y കമ്പോണൻറ്റും ഉണ്ടാവും. ഇതിന് നമ്മൾ X കമ്പോണൻറ്റിനെ Fx എന്നും Y കമ്പോണൻറ്റിനെ Fy എന്നും പറയും. ഫോഴ്സ് F എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോഴ്സിന് Fx എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണൻറ്റും ഉണ്ട്, Fy എന്നുള്ള കമ്പോണൻറ്റും ഉണ്ട്. ഇപ്പം നമുക്ക് നമ്പർ ലൈൻ അറിയാം. ഇത് 0 ആണ്, ഇത് X ആക്സിസ് ആണ്, ഇത് -X ആക്സിസ് ആണ്, ഇത് Y ആക്സിസ് ആണ്, ഇത് -Y ആക്സിസ് ആണ്. ഇപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണൊരു ഫോഴ്സ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ X കമ്പോണൻ്റ് ആണ് ഇതാണ് ഇതിൻ്റെ X കമ്പോണൻറ്റ്. ഇതാണ് ഇതിൻ്റെ Y കമ്പോണൻറ്റ്. ഇത് X കമ്പോണൻറ്റും ഇത് Y കമ്പോണൻറ്റും. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും, ഹൊറിസോണ്ടലായിട്ടുള്ള X കമ്പോണൻറ്റും വെർട്ടിക്കലായിട്ടുള്ള Y കമ്പോണൻ്റാണെന്നാണ് പറഞ്ഞത്. ഇത് -Xഉം ഇത് -Yയും. പക്ഷെ അത് എപ്പോഴും എന്താണ്? ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും വരണം എന്നില്ല. ഇപ്പോൾ ഇതൊരു വെഡ്ജാണെന്നുണ്ടെങ്കിൽ ഇതൊരു വെഡ്ജാണ്. ഈ വെഡ്ജിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണ്. ഇതൊരു ഒബ്ജക്റ്റാണ്. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഈ പോയിന്റിലായിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ X കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ വെഡ്ജിന് പാരലലായിട്ടുള്ളതാണ് ഇതിൻ്റെ X കമ്പോണൻറ്റ് Fx. ഈ Fxന്
90 ഡിഗ്രിയിൽ വരുന്നതാണ് എന്ത്, എഫ് വൈ. ഇതാണ് എന്ത്, എഫ് എക്സും എഫ് വൈയും. അതിന് കാരണം എന്താണ്, ഇവിടെ എക്സും വൈയും എന്താണ് 90 ഡിഗ്രിയിലാണ്. ഇത് എഫ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, എഫ് എക്സും ഇത് എഫ് വൈ ആണ്. അപ്പോൾ എന്താ, ഇത് രണ്ടും എന്താണ് 90 ഡിഗ്രി ആംഗിളാണ്. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആവണമെന്നില്ല. പക്ഷെ എന്ത് വേണം, എപ്പോഴും എഫ് എക്സും എഫ് വൈ എന്ന് പറയുന്നത് 90 ഡിഗ്രിയിലായിരിക്കണം. എപ്പോഴും ഇത് 90 ഡിഗ്രിയിലായിരിക്കണം. ഇത് റിസൾട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇത് റിസൾട്ടൻ്റ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഇത് എഫ് എക്സും ഇത് എഫ് വൈ ആണെന്നാണ് പറയുന്നത്. ഇത് ഹൊറിസോണ്ടലുമായിട്ട് എഫ് എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്, തീറ്റ. എഫ് എക്സുമായിട്ട് എഫ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സിസിലുള്ള ഫോഴ്സാണ് എഫ് എക്സ്, വൈ ആക്സിലുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻ്റാണ് എന്ത്, എഫ് വൈ. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എഫ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഇവിടുത്തെ എഫ് വൈ എന്താണ്, പോസിറ്റീവാണ്. ഇതിന് കാരണം എന്താണ്, ഇതാണ് എഫ് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള ഫോഴ്സ് എന്താണ്, ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ടാണ് എന്ത്, എഫ് എക്സ് പോസിറ്റീവ് ആയത്. ഇതെന്താണ്, പോസിറ്റീവ് വൈ ആക്സിസ് ആണ്. അതുകൊണ്ടാണ് ഇത് എന്തായത്, പോസിറ്റീവ് ആയത്. പക്ഷെ എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നുണ്ടോ, ഇല്ലല്ലോ. ഇപ്പോൾ ഇതൊരു വെഡ്ജ് ആണെന്നുണ്ടെങ്കിൽ, ഇതൊരു ഒബ്ജക്റ്റാണ്, ഇവിടെയാണ് കൊടുക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ് ആക്സിസ് ഇങ്ങോട്ട് എഫ് എക്സ് വരും, ഇങ്ങോട്ട് എഫ് വൈ വരും. ഇതെന്താണ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് അല്ലേ. അപ്പോൾ എഫ് എക്സ് എന്താവും, നെഗറ്റീവ് ആവും. ഇതെന്താണ്, നെഗറ്റീവ് വൈ ആക്സിസ് ആണ്, പോസിറ്റീവ് വൈ ആക്സിസ് ആണ്. ഇത് പോസിറ്റീവ് ആവും. അപ്പം കമ്പോണൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോയും ആവാം. ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ കോർഡിനേറ്റ് ആക്സിസ് ചൂസ് ചെയ്യുന്നത് പോലെയാണ് ഉണ്ടാവുക. എപ്പോഴും എന്തായിരിക്കണം, എഫ് എക്സും എഫ് വൈയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓപ്പോസിഷനാണ് പറഞ്ഞത്. എഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരൊറ്റ ഫോഴ്സാണ് ഇവിടെ കൺസിഡർ ചെയ്തത്. അതിന് പകരം നമ്മൾ പറഞ്ഞ പോലെ കുറേ ഫോഴ്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, എഫ് വൺ എക്സ് എഫ് ടു എക്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഫോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടിൻ്റെ ആർ എക്സ് എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ആയിരിക്കും. നമ്മൾ സൂപ്പർ പൊസിഷനിൽ പറഞ്ഞാൽ എന്താണ്, ആർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എന്നാണ്. അപ്പം എഫ് എക്സിൽ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർ എക്സ് എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ആയിരിക്കും, ആർ വൈ എന്ന് പറയുന്നത് സിഗ്മ എഫ് വൈ ആയിരിക്കും. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഇത് നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ്റ് കാണാം. ആർ എക്സും ആർ വൈയും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൻ്റ് മാഗ്നിറ്റ്യൂഡ് കാണണം. നമ്മൾ ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെന്ന് പറഞ്ഞു, കാരണം വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ എക്സ് സ്ക്വയർ പ്ലസ് ആർ വൈ സ്ക്വയർ ആണ്. ഇതിന് ഡയറക്ഷൻ എന്താണ്, മാഗ്നിറ്റ്യൂഡും വേണം ഡയറക്ഷനും വേണം. ഡയറക്ഷൻ എന്താണ്, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ആർ വൈ ബൈ ആർ എക്സ് ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിളാണ്. എന്ത് ആംഗിൾ, മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിളാണ് എന്ത്, തീറ്റ എന്ന് പറയുന്നത്. ഈ മാഗ്നിറ്റ്യൂഡ് ആറ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഇതാണ് എന്ത്, നമ്മളുടെ ആറ്. അപ്പം ഇത് ആറാണെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്നാണ് പറഞ്ഞത്, ആർ എക്സ് ആണെന്നാണ് പറഞ്ഞത്. ഇതാണ് എന്ത്, ആർ വൈ. ഇത് ആർ വൈ ആണെന്നുണ്ടെങ്കിൽ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത്, ഇത്. അപ്പോൾ ഇതും എന്താണ്, ആർ വൈ ആണ്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ആർ എക്സ് ആർ വൈ ആറ്. ഇത് നമുക്ക് ആർ സ്ക്വയർ കണ്ടൂടെ. ആർ സ്ക്വയർ എന്താണ്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ആർ എക്സ് സ്ക്വയർ പ്ലസ് ആർ വൈ സ്ക്വയർ. പൈതഗോറസ് തിയറം ആണ് കേട്ടോ, പൈതഗോറസ് തിയറാണ്. അപ്പോൾ എന്ത് വരും, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ എക്സ് സ്ക്വയർ പ്ലസ് ആർ വൈ സ്ക്വയർ വരും. ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്നാണെന്ന് കിട്ടുന്നത്. ആംഗിൾ എങ്ങനെയാണ്, ഇതാണ് തീറ്റ. അപ്പോൾ ഡയറക്ഷൻ എന്ത് വരും, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, ടാൻ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതാണ് എന്ത്, ഡയറക്ഷൻ.